ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ട് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പാനിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരത്തിലെ ഈർപ്പൊക്കെ പോയി കിട്ടണം. നാളികേരം ഡ്രൈ ആകുമ്പോൾ 5-6 ചെറി എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കണം. ചെറി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ നട്ട്സ് യൂസ് ചെയ്തോളൂ. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാളികേരത്തിന്റെ കൂടെ. മിക്സ് ചെയ്തതിന് ശേഷം നാളികേരം പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. 3 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത്. പഴം നെയ്യിൽ നല്ലോണം വാട്ടിയെടുക്കും വേണം. പഴം നല്ലോണം വാടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഫൈൻ അരിപ്പൊടിയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്താൽ പഴം ഒന്ന് ലൂസ് ആവും, തിക്കാക്കി എടുക്കണം. പഴത്തിന്റെ മിക്സ് പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലൊന്ന് നല്ലോണം തിളക്കട്ടെ. 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ് എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. തിളച്ച പാല് ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇല എടുത്ത് അതിൽ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. കുഴച്ച് വെച്ച മാവ് എടുത്തിൽ പരത്തി കൊടുക്കാം. ഇലയിൽ മുഴുവനായിട്ട് കുറച്ച് കട്ടിയിൽ പരത്തിക്കോളൂ കേട്ടോ. മാവ് ഇലയിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. വേറൊരു ഇല എടുത്ത് അതിൽ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. പഴത്തിന്റെ മിക്സ് അതേപോലെ തന്നെ കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ അരിപ്പൊടിയുടെ മിക്സിലേക്ക് പഴത്തിന്റെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് പരത്തി റെഡിയാക്കി എടുത്താൽ മതി. പഴത്തിൻ്റെ മിക്സും അരിപ്പൊടി മിക്സിൽ കറക്റ്റ് വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് റോൾ ചെയ്യാൻ പോവുകയാണ്. ഇലയിൽ നെയ്യ് തേച്ച കാരണം മാവ് ഒട്ടില്ല കേട്ടോ. റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ആക്കിക്കോളൂ. ഇതുപോലെ വെച്ചിട്ട് നാളികേരത്തിൻ്റെ മിക്സിലേക്ക് ഈ റോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നാളികേരം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇലയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യുന്നുണ്ട് ടൈറ്റായിട്ട്. നാളികേരം ഒന്നും വീഴാണ്ടിരിക്കാനാണ്. ഏതിലാണോ ആവി കയറ്റണേ ആ പാത്രത്തേക്ക് ഇലയോടുകൂടി തന്നെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. തുറക്കാം നമുക്ക്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ, എന്നാലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. കുറേശ്ശെ തണുത്തുണ്ട് കേട്ടോ. നമുക്ക് ഇലയിൽ നിന്ന് ആദ്യം വെടിയിക്കാം. നാടൻ റെസിപ്പി ആയിട്ടാ. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം കഴിച്ചോളും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.